ഈ സി കൃഷ്ണകുമാറിൻ്റെ വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇന്ന് കൊണ്ടുവരാൻ പോകുന്ന ഒരു ചീറ്റാൻ പോകുന്ന ബോംബ് ഇതായിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യം അത് പാർട്ടിക്കുള്ളിൽ തന്നെ സി കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം വന്ന് ഉപയോഗിച്ചതാണ്, 2 തവണ ഉപയോഗിച്ചതാണ്. അത് ആദ്യം സിവിൽ കേസായിട്ട് വരുന്ന സമയത്തും രണ്ടാമത് അതിക്രമ കേസായിട്ട് വരുന്ന സമയത്തും ഉപയോഗിച്ചതാണ്. അതിൽ കഴമ്പില്ലെന്ന് ബോധ്യമായതാണ്. ഇപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതും വസ്തുതയാണ് നമ്മുടെ മുന്നിൽ. അങ്ങനൊരു വേറൊരു പരാതി ആ അർത്ഥത്തിൽ കോടതി എൻ്റർടൈൻ ചെയ്തിട്ടേ ഇല്ല. ആ കേസ് എടുത്തു പിടിച്ചുകൊണ്ടുവന്ന് സി കൃഷ്ണകുമാറിനെ മുമ്പിൽ നിർത്തി അവഹേളിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയും ഇത് സ്ത്രീ വിഷയങ്ങളിലേക്ക് മാത്രമായി പരിണമിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം CPM കൊണ്ടുവന്ന വിഷയമാണോ? ഞാനത് വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നിപ്പോൾ റിനി ആൻഡ് ജോർജ് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ ചില ആളുകൾ ശ്രമിച്ചു. ഈ വിഷയത്തിൽ ഏത് കാര്യത്തിലാണ്? ഈ രാഹുൽ തന്നെ പറഞ്ഞിരുന്നു അത്രേ, ഇതൊരു കോൺസ്പിരസിയാണ്, ഗൂഢാലോചനയാണ് എന്ന് രാഹുൽ തന്നെ KPCCയിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു ഗൂഢാലോചനയും ഉണ്ടായിരുന്നില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, റിനി ആൻഡ് ജോർജ് എന്ന കോൺഗ്രസിൻ്റെ അനുഭാവി കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത KPCC നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് രാഷ്ട്രീയ സൗഹൃദമുള്ള ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ കണക്കാക്കുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്ന ഈ റിനി ആൻഡ് ജോർജ് ഉയർത്തിയ ആരോപണം ഒരു ഓൺലൈൻ ചാനൽ വന്ന ആരോപണമാണ്. അതാണ് പിന്നീട് ആളിപ്പടരുന്നതും കത്തിപ്പടരുന്നതും അതിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യമാവുമ്പോൾ ഹൂ കേസ് എന്ന ഒരു സൂചനയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നതും.